നാസിക്കിൽ നടന്ന മതപരിവർത്തനവും മറച്ചുവെക്കുന്ന മലയാള മാധ്യമങ്ങളും. മഹാരാഷ്ട്ര നാസിക്കിൽ TCS കമ്പനിയിൽ ലൈംഗിക പീഡനവും മതപരിവർത്തനവും നടന്ന വാർത്ത മലയാള മാധ്യമങ്ങൾ ഒഴികെ എല്ലായിടത്തും ചർച്ചയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു മതത്തിനോ മതവിഭാഗത്തിനോ എതിരല്ല. കേരള മീഡിയ മറച്ചുവെക്കുന്ന ചില സത്യങ്ങളാണ്. നാസിക്കിൽ TCS കമ്പനിയിൽ നടന്ന ക്രൂരത ലോകമറിയണം. ആ പ്രതികൾക്ക് അർഹിച്ച ശിക്ഷ ലഭിക്കണം. കഴിഞ്ഞ 4-5 വർഷമായി കമ്പനിയിൽ ചിലർ ലൈംഗിക പീഡനവും മതപരിവർത്തന ശ്രമവും നടത്തി വരികയായിരുന്നു. ഭയം കാരണം ഇരകൾ ഒന്നും പുറത്തു പറഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ മാർച്ചിൽ ഒരു യുവതി പോലീസിൽ പരാതി നൽകി. തുടർന്ന് ഒരുപാട് യുവതികൾ പരാതിയുമായി എത്തി. ഇതുവരെ 9 FIRകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. 7 പേരെ അറസ്റ്റ് ചെയ്തു. അവരെല്ലാം ഒരു വിഭാഗത്തിലുള്ളവർ, ഒരു സ്ത്രീ ഉൾപ്പെടെ. ഹിന്ദു യുവതികളെ ബീഫ് കഴിപ്പിക്കാനും അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്താനും തങ്ങളുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്താനും യുവാക്കൾ അവരെ നിർബന്ധിപ്പിച്ചു. ഇത് വ്യാജ വാർത്തയാണെന്നും ന്യൂനപക്ഷത്തിനെതിരെയുള്ള ആക്രമണമാണെന്നും പറയുന്നവർ ഇടയ്ക്കെങ്കിലും ദേശീയ മാധ്യമങ്ങൾ കാണണം. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ലൈംഗിക പീഡനവും മതപരിവർത്തനവും നടത്താൻ മാത്രം സ്വാധീനം അവർക്കുണ്ടെങ്കിൽ അവർ എത്രമാത്രം ശക്തരാണ്. നമ്മുടെ കുട്ടികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, രാജ്യങ്ങൾ സുരക്ഷിതമാണോ? വിദൂരങ്ങളിൽ ജോലി ചെയ്യുന്ന കുട്ടികളുടെ കാര്യവിവരങ്ങൾ അന്വേഷിക്കാൻ മറന്നുപോകരുതേ. ഈ മതപരിവർത്തന കേസ് നാസിക്കിൽ മാത്രമായി ഒതുങ്ങില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സൂക്ഷിക്കുക, എല്ലാത്തിലും മതം കാണുന്നവർ എല്ലായിടത്തുമുണ്ട്.